ഇറാൻ ഇസ്രയേൽ സംഘർഷം 9ാം ദിവസവും രൂക്ഷമായി തുടരുകയാണ്. ഇറാനിലെ ഇസ്ഫഹാൻ ആണവ കേന്ദ്രം ആക്രമിച്ച ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ മുതിർന്ന കമാൻഡർമാർ കൊല്ലപ്പെട്ടു. ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രയേലിലെ ഹൈഫയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. ഇസ്രയേലിനെതിരെ അറബ് രാജ്യങ്ങൾ ഒന്നിക്കണമെന്ന് തുർക്കി ആവശ്യപ്പെട്ടു. സംഘർഷത്തിനിടെ ഇറാനിലെ സെംനാനിൽ ഭൂചലനമുണ്ടായി. ഇറാനിലെ ഏറ്റവും വലിയ ആണവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇസ്ഫഹാനിലേക്ക് ഇസ്രയേലിന്റെ ആക്രമണമുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ. ആണവ വികിരണം ഉണ്ടായിട്ടില്ലെന്നാണ് സൂചന. ഇറാനിലെ ഖോമിലെ ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡറായ സയ്യിദ് ഇസാദി കൊല്ലപ്പെട്ടെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കട്സ് അവകാശപ്പെട്ടു. IRGC ഖുദ്സ് ഫോഴ്സ് കമാൻഡർ ബഹ്നാം ഷഹരിയാരിയും കൊല്ലപ്പെട്ടു. പിന്നാലെ തങ്ങൾ വിജയിക്കാൻ പോവുകയാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എക്സിൽ കുറിച്ചു. 2023 ഒക്ടോബർ 7 ആക്രമണത്തിൽ ഹമാസിന് യുദ്ധസന്നാഹം ഒരുക്കിയത് ഇസാദി ആയിരുന്നുവെന്നും കട്സ് ആരോപിച്ചു. ഖോമിലെ ബഹുനില വാസകേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. മധ്യ ഇസ്രയേലിലെ ഹൊളോണിൽ ഇറാന്റെ ആക്രമണത്തിൽ ബഹുനില അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായി. ഇറാനിലേക്ക് പുതിയ ആക്രമണങ്ങൾ ആരംഭിക്കുകയാണെന്ന ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു ആക്രമണമുണ്ടായത്. സംഘർഷത്തിനിടെ ഇറാനിൽ ഭൂചലനമുണ്ടായി. സെംനാനിലാണ് റിക്ടർ സ്കെയിലിൽ 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. ബഹിരാകാശ നിലയവും മിസൈൽ കോംപ്ലക്സുമുള്ള നഗരമാണ് സെംനാൻ. ഭൂചലനത്തെ തുടർന്ന് ഇറാൻ ആണവ പരീക്ഷണം നടത്തിയെന്ന അഭ്യൂഹവും ശക്തമാവുകയാണ്. US ഇറാൻ ആണവ ചർച്ചകൾ അട്ടിമറിക്കാനാണ് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചതെന്ന് തുർക്കി പ്രസിഡന്റ് വിമർശിച്ചു. ഇസ്രയേലിനെതിരെ അറബ് രാജ്യങ്ങൾ ഒന്നിക്കണമെന്നും തുർക്കി ആഹ്വാനം ചെയ്തു. ഇസ്രയേൽ ആക്രമണത്തിൽ GCC രാജ്യങ്ങൾ അന്താരാഷ്ട്ര ആണവ ഏജൻസിയെ ആശങ്കയറിയിച്ചു. ഇറാൻ ഇസ്രയേൽ സംഘർഷം 9ാം ദിവസത്തിലേക്ക് നീങ്ങുമ്പോൾ ഇറാനിൽ 639 പേരും ഇസ്രയേലിൽ 25 പേരും മരിച്ചതായാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ ഡെസ്ക് 24.